വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കൊച്ചി കോടതിയിൽ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത് ലൈംഗിക തൊഴിലാളിയുടേതെന്ന് ACP. സാമ്പത്തിക തർക്കം കൊലപാതക കാരണം. കസ്റ്റഡിയിലെടുത്ത ജോർജ് കുറ്റം സമ്മതിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. ഒന്നിലധികം നാമനിർദ്ദേശ പത്രികയുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് പരിശോധിക്കും. ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിച്ചത് മലപ്പുറത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. സ്പോൺസറാകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം സമീപിച്ചിരുന്നുവെന്ന് മൊഴി. പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട രേഖകൾ SITക്ക് ലഭിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലകളിൽ കനത്ത ജാഗ്രത. നാളെയും വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ. പൂജ ബമ്പർ നറുക്കെടുപ്പ് അല്പസമയത്തിനകം ഉച്ചയ്ക്ക് 2 മണിക്ക് ഗോൽഘി ഭവനിൽ നറുക്കെടുപ്പ്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔപചാരിക ചടങ്ങുകളില്ല. വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കൊച്ചി കോന്തുരുത്തിയിൽ സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീ ലൈംഗിക തൊഴിലാളിയെന്ന് കൊച്ചി ACP സിബി ടോം. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറയുന്നു. കസ്റ്റഡിയിലെടുത്ത ജോർജ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ആദർശ് മുക്കടയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദർശ്, ഈ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ആണ് നിലവിൽ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട സ്ത്രീ അതാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെ? അവണി, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ആദർശ്, കേൾക്കുന്നുണ്ടോ? ഇന്ന് രാവിലെയാണ്, ഇന്ന് പുലർച്ചെയാണ് അവണി ഇത്തരത്തിൽ എറണാകുളം ജില്ലയുടെ തന്നെ ഹൃദയഭാഗമായിട്ടുള്ള തേവരയിലെ കോന്തുരുത്തി എന്ന പ്രദേശത്താണ് ഇന്ന് രാവിലെ അസ്വാഭാവികമായ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് പ്രദേശവാസികൾ ഈ മൃതദേഹം കണ്ടെത്തുന്നത്. മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് മൃതദേഹത്തിന് തൊട്ടടുത്ത് തന്നെ ഒരാൾ മദ്യപിച്ച് അബോധാവസ്ഥയിൽ തുടരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതോടെയാണ് ആളുകൾ, പ്രദേശവാസികൾ തന്നെ വളരെ വേഗത്തിൽ പോലീസിനെ വിളിക്കുകയും പോലീസ് സ്ഥലത്തെത്തി സംഭവ സ്ഥലത്തു നിന്ന് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ജോർജ് എന്ന ഒരാളാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇയാളെ ഇന്ന് പുലർച്ചെയാണ് പോലീസ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതിനെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് രാവിലെ, അതായത് ഇന്ന് പുലർച്ചെ സമീപത്തെ കടകളിലും മറ്റു ചില ആളുകളുടെ അടുത്തുമെല്ലാം ചാക്കുണ്ടോ എന്ന നിലയിലുള്ള അന്വേഷണം ഈ ജോർജ് നടത്തുന്നുണ്ടായിരുന്നു. ഇതിലും പ്രദേശവാസികൾക്ക് ചില സംശയമുണ്ടായിരുന്നു. ഈ സംശയത്തെ തുടർന്ന് പ്രദേശവാസികൾ നടന്ന തിരച്ചിലാണ് ഈ കോന്തുരുത്തിയിലെ, ഈ തേവര കോന്തുരുത്തിയിലുള്ള ഈ ഒഴിഞ്ഞ ഇടത്ത് ഇത്തരത്തിലൊരു മൃതദേഹം ലഭിക്കുന്നത്. ഇതൊരു യുവതിയുടെ മൃതദേഹമായിരുന്നു. അർദ്ധനഗ്നാവസ്ഥയിലായിരുന്നു ഈ മൃതദേഹം പോലീസും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും കണ്ടെത്തിയിരുന്നത്. ചാക്കിൽ കെട്ടുവാനുള്ള ശ്രമം നടത്തുന്ന, അതായത് പൂർണ്ണമായും ചാക്കിൽ കെട്ടി ഒളിപ്പിച്ച നിലയിലല്ലായിരുന്നു മൃതദേഹം. അർദ്ധനഗ്നമായ നിലയിൽ ചാക്കിൽ കയറ്റുവാനുള്ള ഒരു ശ്രമം നടത്തുന്ന നിലയിലേക്ക് ഉള്ള ഒരു മൃതദേഹമായിരുന്നു കണ്ടെത്തിയത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ജോർജിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പക്ഷേ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ജോർജ് നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നല്ല നിലയിൽ തന്നെ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കൃത്യമായി ചോദ്യം ചെയ്യുവാനൊന്നും പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഇയാൾ പോലീസിനോട് കുറ്റം സമ്മതിക്കുന്നത്. ഈ മരണപ്പെട്ട സ്ത്രീ ഒരു ലൈംഗിക തൊഴിലാളിയാണെന്നും മറ്റ് വിവരങ്ങളൊന്നും അറിയില്ല എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഈ പ്രതി നടത്തിയിട്ടുള്ളത്. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട
സാമ്പത്തിക ഇടപാടുകളിലെ തർക്കങ്ങളാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നതാണ് പോലീസ് നിലവിൽ അനുമാനിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഏതായാലും ഈ ജോർജ് എന്ന ആളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പോലീസ് ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റ് നടപടികളിലേക്കെല്ലാം തന്നെ അധികം വൈകാതെ കടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ നടന്നത്. ഈ യുവതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നതുള്ളൂ. ഏതായാലും ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകളിലെ തർക്കത്തെ തുടർന്നാണ് ഈ യുവതിയെ കൊല ചെയ്തത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ആവണി, ആദർശ്, ഈ വീട്ടിൽ ജോർജ് മാത്രമാണോ താമസത്തിലുള്ളത്? ഈ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തി, വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി തിരിച്ച് മൃതദേഹം മറവ് ചെയ്യാനായി കൊണ്ടുപോവുകയായിരുന്നു അല്ലേ? അവണി, ജോർജ് മാത്രമാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഈ ഏതാനും ചില, അതായത് എല്ലാ തൊഴിലുകളിലും ഏർപ്പെടുന്ന, അതായത് ദിവസക്കൂലിക്ക് വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്ന ഒരാളാണ് ഈ ജോർജ് എന്ന് പറയുന്ന ആള്. ഈ ജോർജ് ഇന്നലെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ പ്രദേശത്തെ ആളുകളെയൊക്കെ അറിയാവുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള അസ്വാഭാവികതകളൊന്നും ആർക്കും തോന്നിയിരുന്നില്ല. ഇന്ന് പുലർച്ചെ നന്നായി ജോർജ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊലപാതകം നടന്ന ഈ കോന്തുരുത്തി, അതായത് തേവരയിലെ കോന്തുരുത്തി എന്ന പ്രദേശം പുലർച്ചെ തന്നെ വലിയ തോതിൽ സജീവമാകുന്ന ഒരു സ്ഥലമാണ്. കാരണം നിരവധി ആളുകൾ പ്രഭാത നടത്തത്തിനും മറ്റുമായി എത്തിച്ചേരുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഒരു 4 മണിയോടെ തന്നെ ഈ പ്രദേശത്തെ കടകളടക്കം സജീവമാകാറുണ്ട്. പ്രത്യേകിച്ച് ചായക്കടകളെല്ലാം തന്നെ പുലർച്ചെ തന്നെ സജീവമാകാറുണ്ട്. അത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ തിരക്കുള്ള ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം പുറത്തെത്തിക്കുന്നതിനുള്ള ഒരു ധൈര്യം ജോർജ് കാണിച്ചത്. സ്വാഭാവികമായും എല്ലാവരും പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇയാൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും മദ്യലഹരിയിലായതിന്റെ ഒരു ധൈര്യത്തിലായിരിക്കാം ഇയാൾ പുലർച്ചെ ഈ മൃതദേഹവുമായി പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ധൈര്യം കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രദേശവാസിയായ സിനീഷ് പോൾ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സിനീഷ്, താങ്കൾ ഈ പ്രദേശത്തെ താമസക്കാരനാണോ? തുടരുകയാണ്. ഇവിടെ താമസക്കാരനാണ്. ഈ ജോർജിനെ താങ്കൾക്ക് അറിയാമോ? അത് വ്യക്തമായിട്ട് അറിയാം. ഈ താങ്കൾ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് താങ്കൾ പോയിരുന്നു? അതെ, എനിക്ക് ഫോൺ വന്നായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഞാനും കൗൺസിലറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ സ്ത്രീ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അടുത്ത് ഈ ജോർജ് ഇരിക്കുന്ന ഒരു രീതിയിലാണ് കണ്ടത്. ഈ നിലവിലെ ഒരു പ്രാഥമിക വിവരം എന്താണ്? എങ്ങനെയാണ്, ഈ വീട്ടിൽ വെച്ചാണോ ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്? വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടത്തിയെന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ സാധിച്ചത്. പോലീസുമായിട്ടൊന്ന് സംസാരിച്ചതിന് ശേഷം അറിയാൻ സാധിച്ചു. അയാൾ കുറ്റം സമ്മതിച്ചു. അതെ, അദ്ദേഹം സമ്മതിച്ചായിട്ടാണ് പോലീസ് പറഞ്ഞറിഞ്ഞത്. ഈ ജോർജിന് എത്ര നാളായി പരിചയമുണ്ട്? ജോർജിന് ഒരു 10-20 വർഷത്തിന് മേളിൽ എനിക്കറിയാം. 40 വർഷമായിട്ട് ആളിവിടെ താമസക്കാരനാണെന്നുള്ളതാണ് അറിവ്. 20 വർഷത്തിന് മേളിൽ നമുക്കറിയാം. ഈ എന്തെങ്കിലും തരത്തിലുള്ള ഈ കേസോ അല്ലെങ്കിൽ മറ്റ് ഈ അടിപിടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ജോർജിന്റെ പേരിൽ നേരത്തെ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അടിപിടി കാര്യങ്ങളൊന്നുമില്ല. അയൽവാസികളൊക്കെ ആയിട്ട് ചെറിയ മദ്യലഹരിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഈ ജോർജിന്റെ വീട്ടിൽ മറ്റ് താമസക്കാരുമില്ലേ? ജോർജിന്റെ വീട്ടിൽ ജോർജിന്റെ വൈഫും മോളൊക്കെ ഉണ്ട്. പക്ഷെ മോളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് അവര് അങ്ങോട്ട് പോയ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അവരിവിടെ ഇല്ല, സ്ഥലത്തില്ല. ഇപ്പോൾ നിലവിൽ ഈ മൃതദേഹം അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പോലീസിന്? മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. അവരുടെ ഫോട്ടോ എല്ലാം പോലീസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാം ചാനലിലും എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞത്. ശരി, സിനീഷ് പോളാണ് വിവരങ്ങൾ നൽകിയത്. ആദർശ് മുക്കട ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദർശ്, ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് ഈ ആശുപത്രി അധികൃതർ കടന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? നിലവിൽ ആവണി ഏതായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി, അതായത് ഇയാളെ പുലർച്ചെ ഇവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ജോർജ് നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളിൽ നിന്നും കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ പോലീസിന് പുലർച്ചെ ലഭിച്ചിരുന്നില്ല. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെ പോലീസ് ഇയാളോട് ചോദിക്കുമ്പോൾ വ്യത്യസ്തമായ ചില മൊഴികളായിരുന്നു ഇയാൾ തുടക്കത്തിൽ നൽകിയിരുന്നത്. അതായത് അവിടെയും ഇവിടെയും തൊടാതെയുള്ള
ചില മൊഴികളായിരുന്നു ഈ പ്രതി നൽകിയിരുന്നത്. പിന്നീട് ഇയാളുടെ മദ്യലഹരി മാറിയപ്പോൾ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ ഈ കുറ്റസമ്മതം നടത്തിയത്. താനാണ് ഈ പെൺകുട്ടിയെ, അതായത് താനാണ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയതെന്ന് ജോർജ് പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. തേവരയിൽ കോന്തുരുത്തി എന്ന് പറയുന്ന പ്രദേശം, അതായത് ഈ കൊലപാതകം നടന്നിരുന്ന പ്രദേശം എന്ന് പറയുന്നത് രാവിലെ പുലർച്ചെ തന്നെ വലിയ തോതിൽ സജീവമാകുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ കൊലപാതകം ഒളിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പുലർച്ചെ തന്നെ, വളരെ നേരത്തെ തന്നെ സജീവമാവുന്ന ഒരു റോഡാണ്. ഈ പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആളുകൾ പ്രധാനമായും പ്രഭാത നടത്തത്തിനും മറ്റുമായി ഇറങ്ങുന്ന ഒരു റോഡാണിത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള തിരക്ക് ഈ പ്രദേശത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹവുമായി ഇയാൾ മൃതദേഹം ചാക്കിൽ കെട്ടി മറവ് ചെയ്യുന്നതിനൊരു ശ്രമം നടത്തിയെങ്കിലും ആളുകളുടെ ഒരു സാന്നിധ്യം കൊണ്ട് ഇയാൾ അതിൽ പിന്നോട്ട് പോവുകയായിരുന്നു. പിന്നീടാണ് അയാൾ അവിടെ തന്നെ ഇരിക്കുന്നത്. സ്വാഭാവികമായും മദ്യപിച്ചത് കൊണ്ട് തന്നെ അയാൾ ചെറിയ രീതിയിൽ അവിടെ ഇരുന്ന് മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഇത്തരത്തിൽ ചില പ്രദേശവാസികളുടെ കണ്ണിലേക്ക് ഈ സംഭവം പെടുന്നതിനും അവർ വളരെ വേഗത്തിൽ തന്നെ പോലീസിനെ അറിയിക്കുന്നതിനും വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ റിട്ടയർഡ് SP സുഭാഷ് ബാബു കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ നമസ്കാരം. ഈ കൊച്ചി നഗരത്തെ ആകെ നടുക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കോന്തുരുത്തിയിൽ ഉണ്ടായിട്ടുള്ളത്. സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ശേഖരിക്കേണ്ട തെളിവുകൾ എന്താണ്? കാരണം ഇപ്പോൾ പ്രതിയെ കണ്ടെത്തിയിട്ടുണ്ട്, പ്രതിയുടെ കുറ്റസമ്മതവും നടന്നിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിയെ കിട്ടി, പിന്നെ മരിച്ച ആളുടെ ശരീരം കിട്ടി, പിന്നെ അതിന്റെ കഥകളൊക്കെ അറിഞ്ഞു. ഇനി തെളിവ് ശേഖരണം മാത്രമേ പോലീസിന് പ്രധാനപ്പെട്ട ഒരു കടമ്പയായിട്ടുള്ളൂ. അതിപ്പോ ഇത്രയും കാര്യങ്ങൾ വന്ന അവസരത്തിൽ അദ്ദേഹത്തിനെ തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് ഇതിന്റെ പൂർണ്ണ വിവരം കിട്ടും. പിന്നെ ഇവര് നമ്മളുള്ള ബന്ധം സംബന്ധിച്ചുള്ള മറ്റേ ഫോൺ സന്ദേശമോ അതേമാതിരി ഇവർ നമ്മൾ ബന്ധപ്പെട്ടതിനുള്ള സംഭാഷണമോ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചതോടുകൂടി ഇവർ തമ്മിൽ ബന്ധം ഉണ്ടാകുകയും പിന്നെ അവിടെ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളും ഇവരുടെ ഫോണിന്റെ ലൊക്കേഷനുകളും നോക്കുമ്പോൾ ഇവരെപ്പോഴും ഒന്നിച്ചു വന്നു എന്നും അവിടെ ഏതെങ്കിലും രീതിയിലുള്ള അക്രമമോ അല്ലെങ്കിൽ പരസ്പരം തർക്കമോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ പോലും അതിനുശേഷം ഇവർ മരിച്ച സമയം വെച്ച് പോസ്റ്റ്മോർട്ടത്തിൽ എപ്പോഴും മരിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നതിനെ തുടർന്നിട്ട് പിന്നെ പോലീസിന് ഒരു കൊലപാതകം സംബന്ധിച്ചുള്ള തെളിവ് ശേഖരിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ പ്രതിയെ കിട്ടി, അദ്ദേഹം സമ്മതിച്ചു. പിന്നെ ശവശരീരവും കിട്ടി. അതിനകത്തിൽ ഇനിയിപ്പം ഏത് ആയുധം കൊണ്ട് ഏത് സാഹചര്യത്തെ കൊന്നു എന്ന് കണ്ടുപിടിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾ പരിഹാരമാവും. കേസിന് മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട സ്ത്രീ ആരാണെന്ന് പോലീസിന് ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇവര് അദ്ദേഹത്തിനെ ഫോൺ ചെയ്തതായിട്ടുണ്ടാവും. ഏതായാലും ഇന്നിപ്പോ ഫോണില്ലാത്തതൊന്നുമില്ല. ഇത് അഭ്യൂഹങ്ങളാണെങ്കിൽ പോലും അത് പറയുന്നത് ഒരു ലൈംഗിക തൊഴിലാളിയാണെന്നും ഇദ്ദേഹവുമായിട്ട് നേരത്തെ ബന്ധം ഉണ്ടായിരുന്നും ഒക്കെ ചില അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അത് കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഫോൺ പരസ്പരം സംസാരിക്കുകയും ബന്ധപ്പെടുകയും ആ ഫോൺ ട്രേസ് ചെയ്ത് നമ്പർ നോക്കിക്കഴിയുന്ന അവസരത്തിൽ അതിൽ നിന്ന് കൃത്യമായിട്ട് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റും. അത് വലിയ വിഷമമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐഡന്റിറ്റിക്ക് അത്ര ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയില്ല. പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് പിന്നെ ആധാർ ഉണ്ടാവും. ആധാറിൽ നിന്ന് അവരുടെ ഫിംഗർ പ്രിന്റ് എടുത്തു കഴിഞ്ഞാലും അവരെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാകും പോലീസ് കേസെടുത്തിട്ടുണ്ടാവുക? ഈ പ്രതിയുടെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകം ആണല്ലോ പ്രധാനമായിട്ട്. കൊലപാതകം എന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്ത്രീയെ മറ്റേതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അത് ഉൾപ്പെടെ കേസെടുത്ത ശേഷം അതിന് തെളിവുണ്ടെങ്കിൽ അവർ ഉഭയകക്ഷി സമ്മതപ്രകാരമാണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിച്ചാലേ അതിന് റേപ്പിന് നിൽക്കുള്ളൂ. എന്തായാലും കൊലപാതകം എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ അവരുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും പണമോ അല്ലെങ്കിൽ മറ്റു വിലപിടിപ്പുള്ള മുതലുള്ള മോഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതിന്റെ ഭാഗമായിട്ട് വരും. അതൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ കൂടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് മുൻകൂട്ടി ഒരു നിഗമനത്തിലെത്താൻ സാധ്യമല്ല. നന്ദി ശ്രീ സുഭാഷ് ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കൊച്ചിയിലാണ്
ഈ ഒരു സംഭവം നടന്നത്. കൊച്ചി കോന്തുരുത്തിയിലാണ് സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. ഈ കൊല്ലപ്പെട്ട സ്ത്രീ ഒരു ലൈംഗിക തൊഴിലാളിയാണെന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. ജോർജിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ ഈ ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെയാണ് ഈ മൃതദേഹം കാണുന്നത്. ശുചീകരണ തൊഴിലാളിയാണ് ഈ മൃതദേഹം കാണുന്നതൊപ്പം ഈ മൃതദേഹത്തിനരികിൽ അബോധാവസ്ഥയിലിരിക്കുന്ന ജോർജിനെയും കണ്ടെത്തിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ജോർജ് കുറ്റം സമ്മതിക്കുന്നത്. ഈ സാമ്പത്തിക തർക്കവും ആണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ക്രിമിനോളജിസ്റ്റായ ഡോക്ടർ പി എൻ സന്ദീപ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, അതായത് ഈ കൊച്ചി കോന്തുരുത്തിയിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവം വളരെയധികം ഞെട്ടിക്കുന്നത് തന്നെയാണ്. സാമ്പത്തിക തർക്കം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഇത് ഇപ്പോൾ ചില അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പ്രതിക്ക് നേരത്തെ ഈ സ്ത്രീയെ പരിചയമുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അല്ല, ഇത് കഴിഞ്ഞ ദിവസം തന്നെ പരിചയപ്പെട്ടതാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും ആകെ നടുക്കിയൊരു സംഭവമാണിത്. ഹലോ, കേൾക്കാനാവുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. വേറെ പറഞ്ഞോളൂ. അതായത് ഈ ഒരു വിഷയം ഇപ്പോൾ, അതായത് ഈ കൊച്ചിയിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവം ഒരു ക്രൈം നടന്നിരിക്കുന്നു. സാമ്പത്തിക തർക്കം ആണെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. സാമ്പത്തിക തർക്കത്തിലാണ് ഈ ഒരു ക്രൈം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നത്. കൂടുതലിപ്പോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്കൊക്കെ, ഇതൊരു കൊലപാതകത്തിലേക്കൊക്കെ കടന്നത്. അത് ഇപ്പോ നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള സ്ഥലങ്ങളില് അധികമായിട്ട് തന്നെ ഈ ലൈംഗിക തൊഴിലാളികളുടെ എണ്ണം അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലൈംഗിക തൊഴിലാളികളുടെ എണ്ണം, അതുപോലെ തന്നെ ലഹരി മരുന്നിന്റെ ഉപയോഗം, മദ്യം എന്നുള്ളത്, അതൊക്കെ പലതരത്തിലുള്ള ലഹരികളുടെ ഉപയോഗവും വളരെയധികം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാനാകുന്നുണ്ട് ഈ നമ്മുടെ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ. അവിടെ മാത്രമല്ല, കേരളത്തിൽ പഴയതിനേക്കാളും കൂടുതലായിട്ട് വരുന്നുണ്ട്. മാത്രല്ല, കുട്ടികൾ പോലും ആ ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കിപ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ പോലീസ് വളരെ ശക്തമായ രീതിയിൽ ഇതിനെ കുറിച്ചിട്ട് ആഴ്ന്നിറങ്ങിയുള്ളൊരു പരിശോധനയുടെ ആവശ്യം ഉണ്ട്. നമുക്കിപ്പോ നമ്മളുടെ ഈ ഒരു വ്യക്തിയെ എടുത്ത് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ലൈംഗിക ആസക്തി മാത്രമല്ല അതിലുള്ളത്. ഈ പറയുന്ന രീതിയിലുള്ള ക്രൈം ചെയ്യാനായിട്ട്, എന്തും ചെയ്യാനായിട്ട് ജനങ്ങൾ ധൈര്യപ്പെടുന്ന ഒരു സോഷ്യൽ സിറ്റുവേഷനും കൂടാതെ ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗവും അതിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം കൂടെ അതിൽ വരുമ്പോ നമ്മളൊരു ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയിലേക്കോ അല്ലെങ്കിൽ സൈക്കോപ്പത്തിലേക്കോ സോഷ്യോപ്പത്തിലേക്കോ ഒക്കെ അദ്ദേഹത്തിന് മുൻപ് കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിലൂടെ ഒന്ന് കാണാനായിട്ട് കഴിയും ഇത്തരം ഈ സാഹചര്യം. അദ്ദേഹത്തിന് മുൻപ് ക്രിമിനൽ കേസസോ മറ്റോ കേസുകളിലൊന്നും പ്രതിയാണെന്നുള്ള വാർത്തയൊന്നും നമ്മൾ ഇതേവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് മദ്യത്തിന്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ ഒരു ഇൻഫ്ലുവൻസിലാണ് ഇത്തരത്തിലുള്ള ക്രൈം കമ്മിറ്റഡ് ആയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹത്തെ കുറിച്ചുള്ള മുൻപ് ഈ കേസ് ഹിസ്റ്ററി ഒന്നും തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. മുൻപ് ഒന്നും ഇദ്ദേഹത്തെ കുറിച്ച് കേസസും മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ വലിയൊരു ഒരു സോഷ്യോപ്പത്തോ സൈക്കോപ്പത്തോ ആണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാൻ വയ്യ. ഒരു മദ്യത്തിന്റെയോ അല്ലെങ്കിൽ ലഹരിയുടെയോ അടിസ്ഥാനത്തിലാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും ആ കൃത്യം ചെയ്തിരിക്കുന്നത് തെറ്റാണ്. മാത്രമല്ല, ഇപ്പോ ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം നമ്മുടെ ഏതൊക്കെ തരത്തിലുള്ള ലഹരിയാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതും അന്വേഷിക്കേണ്ടതുണ്ട്. മദ്യമാണോ മറ്റ് വില കൂടിയ സിന്തറ്റിക് ഇതാണോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇതൊക്കെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. സ്വബോധത്തിലൊരു മുൻ കേസുകളൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് സ്വബോധത്തിൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്യാനായിട്ട് ഒരു സാധ്യത കുറവാണ് അങ്ങനെയുള്ള വ്യക്തികൾ. അപ്പോ അതെന്തെങ്കിലും ഡ്രഗ്സിന്റെ ഒക്കെ ഇൻഫ്ലുവൻസിലാണ് അത് ചെയ്തിരിക്കുക എന്നുള്ളതാണ് സാധ്യത കൂടുതലും. അപ്പോ ഇതിന്റെ ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. ഡ്രഗ്സിന്റെയും മറ്റും ഒക്കെ ഇൻഫ്ലുവൻസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു.
അതുപോലെ തന്നെ മറ്റ് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പഴയതിനേക്കാളും കൂടുതലായിട്ട് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തില്. അതായത് ഇപ്പോൾ ഈ സ്ത്രീയുമായി മുൻ പരിചയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ പ്രകോപനമായതൊക്കെ ആയിക്കൂടെ ഇതിനുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് വഴിവെച്ചത്? എന്തെങ്കിലും തരത്തിലുള്ള പ്രതികാരവുമായി കൂടെ ഈ ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് ഇയാളെ കൊണ്ട് എത്തിച്ചതിന്? അതെ, പക്ഷെ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇദ്ദേഹം ഈ പറയുന്ന അത് മരിച്ചതൊരു ലൈംഗിക തൊഴിലാളിയാണെന്നുള്ളത് കൊണ്ടും ഇദ്ദേഹത്തിന്റെ വീട്ടില് ഇപ്പൊ കാലത്തൊരു ബൈറ്റ്, ഒരു മേമിന്റെ ബൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും പിന്നെ ഇദ്ദേഹത്തിന് മുൻപ് ഈ പറഞ്ഞ പോലെ ഈ ക്രിമിനൽ കേസസ് ഒന്നും മുൻപ് കേസ് ഹിസ്റ്ററി നോക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും കാണാത്തത് കൊണ്ടും ആണ് നമുക്കിത് ഈ സ്വാഭാവികമായിട്ടും ഈ സാമ്പത്തിക തർക്കം എന്നുള്ള കാര്യം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത് കൊണ്ടും ഒക്കെ കിട്ടിയതിനാൽ ആ ഒരു വെളിച്ചത്തില് നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയുന്നത് ഒരു മറ്റെന്തെങ്കിലും ലഹരിയുടെയും ഈ പറഞ്ഞ പോലെയുള്ള സാമ്പത്തികമായിട്ടുള്ള തർക്കത്തിന്റെയും പേരിൽ ഉള്ളൊരു ഒരു കൊലപാതകമാകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഇനി കൂടുതൽ തെളിവുകള് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് പുറത്തു വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മാനസിക നില എന്താണെന്നും അത് ഈ ക്രൈമുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനായിട്ട് കഴിയുക. ശരി, വളരെയധികം നന്ദി ഡോക്ടർ പി എൻ സന്ദീപ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കൊച്ചി കോന്തുരുത്തിയിലാണ് സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. ഈ കൊല്ലപ്പെട്ട സ്ത്രീ ഒരു ലൈംഗിക തൊഴിലാളിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട്. അതേസമയം ഈ കസ്റ്റഡിയിലെടുത്ത ജോർജ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ജോർജിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇടവേള. നന്നായി പഠിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി നേടുക, ഇതാണ് ഏതൊരാളുടെയും സ്വപ്നവും ലക്ഷ്യവും. ഉയർന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ നേടി മുന്നോട്ട് പോകുന്നു. ഒരു വ്യക്തിയുടെ കരിയർ ഗ്രോത്ത് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ നമ്മുടെ ജെൻസി തലമുറ ഇങ്ങനെയല്ല. ഇത്തരം രീതികളോട് അവർക്ക് താല്പര്യമില്ലെന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് മിഡിൽ മാനേജ്മെന്റ് റോളുകൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. ആഗോള റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ റോബർട്ട് വാൾട്ടേഴ്സ് ജെൻസിക്കിടയിൽ ഒരു സർവേ നടത്തി. അതിൽ 52% പേരും മിഡിൽ മാനേജ്മെന്റ് സ്ഥാനങ്ങളിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്ന് കണ്ടെത്തി. ഇതിന് അവർ ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ചു: കോൺഷ്യസ് അൺബോസിംഗ്. അതായത് മാനേജ്മെന്റ് പദവികൾ ബോധപൂർവം ഒഴിവാക്കുക എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവില്ലാത്തതോ ആഗ്രഹമില്ലാത്തതോ അല്ല കാരണം. കരിയറിൽ വിജയിക്കുക എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് വേറെയാണ്. ജെൻസി ജീവനക്കാർക്ക് അധിക ഉത്തരവാദിത്വം, സമ്മർദ്ദം എന്നിവയോട് തീരെ യോജിപ്പില്ല. മറിച്ച് ജോലി, ജീവിത ബാലൻസ്, മാനസികാരോഗ്യം, സ്വാതന്ത്ര്യം എന്നീ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. മുതിർന്ന സഹപ്രവർത്തകർ ദീർഘസമയം ജോലി ചെയ്യുന്നതും മാനേജ്മെന്റ് തലത്തിലെ പ്രശ്നങ്ങൾ നേരിടുന്നതും ജെൻസികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ അവർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന അഭിപ്രായവും 69% ജെൻസികളും പങ്കുവച്ചു. ഒരു ടീമായി ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നതിനുമാണ് ഇക്കൂട്ടർ പ്രാധാന്യം നൽകുന്നത്. 72% പേരും സർവേയിൽ ഇതേ അഭിപ്രായമാണ് ഉന്നയിച്ചത്. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പകരം ജെൻസി വിഭാഗത്തെ ഉയർന്ന തസ്തികകളിൽ കൊണ്ടുവന്നാൽ കമ്പനി ഉയർച്ചയിലെത്തുമെന്ന വ്യത്യസ്തമായ അഭിപ്രായവും 63% പേരും പങ്കുവച്ചു. കരിയറിൽ വിജയം നേടാൻ ബോസ് ആകേണ്ടതില്ല എന്നാണ് സർവേയിൽ ഭൂരിഭാഗം പേരും മറുപടി നൽകിയത്. പുതിയ ട്രെൻഡിലൂടെ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ കരിയർ കെട്ടിപ്പടുക്കുകയാണ് ജെൻസി വിഭാഗം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയിൽ കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. സ്പോൺസറാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം സമീപിച്ചിരുന്നുവെന്നാണ് SITക്ക് പത്മകുമാർ നൽകിയ മൊഴി. പോറ്റിക്ക് പാളികൾ കൈമാറാൻ പത്മകുമാർ ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളികളെന്ന് എഴുതി ചേർത്തെന്നാണ് SITയുടെ നിർണായക കണ്ടെത്തൽ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ കുരുക്കിയാണ് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളുടെ മൊഴി പുറത്തുവന്നിരിക്കുന്നത്. തങ്ങൾ ഒപ്പിട്ട് പൂർത്തിയാക്കിയ മിനിറ്റ്സിലാണ് പത്മകുമാർ ചെമ്പെന്ന് എഴുതി ചേർത്തതെന്നാണ് മൊഴി. 2019 മാർച്ച് 19 ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് കട്ടളപ്പാളി സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു.
ഈ യോഗത്തിന്റെ മിനിറ്റ്സിലാണ് സ്വർണം പൊതിഞ്ഞത് എന്നെഴുതിയ ഭാഗം പത്മകുമാർ പച്ചമഷി കൊണ്ട് വെട്ടി ചെമ്പെന്നെഴുതുകയും അതിന് താഴെ ഇത് കൊടുത്തുവിടാൻ യോഗം അനുവദിച്ചിരിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സ്വന്തം കൈപ്പടയിൽ എഴുതിയാണ് പത്മകുമാർ ഒപ്പിട്ടിരിക്കുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി പത്മകുമാർ നടത്തിയ ഇടപെടലിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പല ഓഫീസുകളിലും ഉദ്യോഗസ്ഥരെ പത്മകുമാർ സ്വാധീനിച്ചു എന്നാണ് എൻ വാസുവിന്റെ മൊഴി. കട്ടിളപ്പാളികളും ശ്രീകോവിലിലെ വാതിലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധ സ്ഥലങ്ങളിൽ പൂജ നടത്തിയെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. പൂജയുടെ ഭാഗമായ നടൻ ജയറാം അടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തും. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും SIT ചോദ്യം ചെയ്തേക്കും. കട്ടിളപ്പാളികൾ പോറ്റിക്ക് കൈമാറണമെന്ന കാര്യം പരിശോധിക്കാൻ സർക്കാരും ആവശ്യപ്പെട്ടെന്ന പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്കാകുന്നത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമപരമായി കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അറസ്റ്റിലായവരെല്ലാം നിരീശ്വരവാദികളാണ്. ജയകുമാറിനെ വെച്ചത് അടവ് നയമാണ്. അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ട് കഷ്ടിച്ച് ജയകുമാർ രക്ഷപ്പെട്ടുവെന്നും അയ്യപ്പ സംഗമം തട്ടിപ്പായിരുന്നുവെന്ന് അയ്യപ്പന് മനസ്സിലായെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ഈ സംഭവിച്ചതിൽ ഒരത്ഭുതവും ഇല്ല. കാരണം ഇവരെല്ലാം നിരീശ്വരവാദികളാണ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ നിരീശ്വരവാദികളുമാണ്. അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നു. അവർ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്യുന്നത്. കാരണം ശബരിമലയെ തകർക്കാൻ വേണ്ടി നേരത്തെ തന്നെ ശ്രമം നടത്തിയതാണ്. അത് ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ അതിനെ തടയുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ഒരടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴ് വളരെ വ്യക്തമായിരിക്കുകയാണ്. കാരണം അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ വളരെ സംതൃപ്തിയോടുകൂടി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു, ആശയപരമായിട്ടുള്ള ഡ്യൂട്ടി അവർ ചെയ്തു എന്നവർ വിശ്വസിക്കുന്നു. കാരണം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർക്കുക, ഇല്ലാതാക്കുക, എങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരത്ഭുതവുമില്ല. ഇടയ്ക്കിടയ്ക്ക് അടവ് നയം, ജയകുമാറിനെ വെച്ചത് ഒരു അടവ് നയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടാണ് അദ്ദേഹം കഷ്ടിച്ചപ്പോൾ രക്ഷപ്പെട്ടത്. അവിടുത്തെ ഒരു നടപടികളും സ്വീകരിക്കാതെ മുന്നൊരുക്കവും നടത്താതെയാണ് അദ്ദേഹത്തിനെ വെച്ചത്. അപ്പോൾ അതൊരു അടവ് നയമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടായിരിക്കാം കുഴപ്പമൊന്നും സംഭവിക്കാതെ പോയത്. മാത്രമല്ല ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, ഈ സർക്കാർ ഇലക്ഷന് മുമ്പായിട്ട് ചെയ്ത രണ്ട് കാര്യം. ഒന്ന്, അയ്യപ്പ സംഗമം. അപ്പോൾ അയ്യപ്പ സംഗമം തട്ടിപ്പായിരുന്നു എന്ന് അയ്യപ്പന് മനസ്സിലാകുകയും പണ്ട് തൊട്ടേ അയ്യപ്പനെ ദ്രോഹിക്കുന്നവരെ ഒരു പിടുത്തം പിടിച്ചതാണ്. അത് എവിടം വരെയും പോകും എന്ന് കണ്ടറിയണം. കാരണം ഇങ്ങനെ കയറി അത് ഇങ്ങനെ ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് വിശ്വാസികളുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പിടിക്കപ്പെടും. ശബരിമലയിൽ തിരക്ക് സാധാരണ നിലയിൽ. നിലവിൽ ശബരിമലയിലേക്ക് പ്രവേശനമുള്ളത് 75,000 പേർക്കാണ്. തിരക്കനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് 5,000-ൽ നിന്ന് ഉയർത്താമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ശബരിമലയിൽ സജ്ജീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം പമ്പയിൽ പുരോഗമിക്കുകയാണ്. മണ്ഡലകാല മകരവിളക്ക് ആരംഭിച്ചതിനു ശേഷം സാധാരണ നിലയിലുള്ള തിരക്ക് മാത്രമാണ് ഇന്നും ഇന്നലെയുമായി ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിലവിൽ 75,000 പേർക്കാണ് ശബരിമലയിലേക്ക് പ്രവേശനമുള്ളത്. തിരക്കിനനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് 5,000-ൽ നിന്നും ഉയർത്താമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കാനനപാതയിലൂടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഉയർന്നു. ഇതിൽ പുല്ലുമേട് സത്രം പാതയിലൂടെയാണ് കൂടുതൽ പേരും എത്തുന്നത്. വണ്ടിപ്പെരിയാറിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനമുള്ളതാണ് ഈ പാത കൂടുതൽ പേർ തിരഞ്ഞെടുക്കാൻ കാരണം. വന്യമൃഗങ്ങൾ റോഡിലില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് കാനനപാതയിലൂടെ തീർത്ഥാടകരെ കടത്തിവിടുന്നത്. വനം വകുപ്പിന്റെ സായുധ സംഘത്തിന്റെ സുരക്ഷയുമുണ്ട്. വനമൃഗ സാന്നിധ്യമുണ്ടായെങ്കിൽ മുന്നറിയിപ്പ് നൽകാനും അടിയന്തര വൈദ്യസഹായം നൽകാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സന്നിധാനത്ത് ഇന്നു മുതൽ 140 അംഗ RAF സംഘത്തെയും സുരക്ഷാ നടപടികൾക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. കോയമ്പത്തൂർ 105-ാം ബറ്റാലിയൻ അംഗങ്ങളാണ് സന്നിധാനം, വടക്കേനട, തെക്കേനട, ഭസ്മക്കുളം, തിരുമുറ്റം, അപ്പം, അരവണ കൗണ്ടർ എന്നിവിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നത്. ഡെപ്യൂട്ടി കമാൻഡർ ബിജുറാമാണ് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. മകരവിളക്ക് പൂജയ്ക്കായി നവംബർ 16-ന് നട തുറന്ന ശേഷം ഇതുവരെ ദർശനം നടത്തിയത് 5 ലക്ഷത്തോളം തീർത്ഥാടകരാണ്. നവംബർ 21-ന് മാത്രം വൈകിട്ട് 7 വരെ ദർശനം നടത്തിയത് 72,037 തീർത്ഥാടകരാണ്. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.